വളരെ തുച്ഛമായ റേറ്റ് 50 ഗവൺമെന്റ് റേറ്റ് അന്ന് ഞാൻ കണ്ടതാണ്. അവര് ₹1 50 പൈസ അയാളുടെ പൈസ പിരിവടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇപ്പൊ 2 രൂപയാണ് മിനിമം. ഈ മിനിമം 2 രൂപ 4 ആളെ വെച്ച് പോയി 8 രൂപ കിട്ടും. ഒരു ദിവസം എത്ര രൂപ നമ്മൾ വയ്ക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല അവൻ എത്ര ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ. അപ്പൊ അതിനേക്കാളൊക്കെ എത്ര മെച്ചുണ്ട്. എനിക്കൊക്കെ പാടുപെടണം. അത് ഇവിടെ കൊണ്ടുവന്നിട്ടാ മതി. 2 ആളെ പിടിക്കാൻ ഹൗസ് ബോട്ട് മേടിച്ചിട്ട് എന്നിട്ട് നമ്മള് ഹെൽത്ത് സർവീസിലുള്ള ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് നമ്മളെ ഹെൽത്ത് സർവീസ് മൊത്തം ഇവിടെ കൊണ്ടുവന്നിട്ടാ മതി. എന്നിട്ട് ഹെൽത്ത് സർവീസിന്റെ DM ഓഫീസിലും എറണാകുളത്ത് പറഞ്ഞ കക്ഷി ഉണ്ടല്ലേ ഡ്രൈവർ? ട്രെയിന് കാണാറുണ്ട് ഇടയ്ക്ക്. ഇവിടെയാണോ? അതെ, അവിടെ കുറെ പെണ്ണുങ്ങളൊക്കെ കാണണ്ട. ഞാനും എടുത്തിട്ടില്ല. എന്തിനാ വെറുതെ? ഇനി വേറെ എന്തെങ്കിലും സാധനം വരും അപ്പൊ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും വരും അപ്പൊ നമുക്ക് എടുക്കാം. ഇത് അവസാനത്തെ എടുപ്പാണെന്ന് പറയുന്ന ഒരു സാധനം വരില്ല. ഒരു കാർഡ്, ഈ കാർഡ് അത്യാവശ്യമാണ്. ഇത് അവസാനത്തെ എടുപ്പാണെന്ന് പറഞ്ഞ ഒരു കാർഡ് വരും. 2008 അടുത്ത് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് അരിച്ചത്. അതുകൊണ്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ ഈ പിന്നെ വേറെ പല ആനുകൂല്യം കിട്ടാനുള്ള പോലും നമ്മൾ എടുത്തിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് മറ്റേ ഇത് ഹെൽത്ത് കാർഡ് കിട്ടും. കിട്ടുമോ? കിട്ടും. എനിക്കൊന്ന് കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ വീട്ടുകാർ എനിക്കതിനെ കുറിച്ച് വലിയ കാര്യമില്ലായിരുന്നു. പിന്നെ ഓരോരുത്തർ ഇപ്പം കൊണ്ടുനടക്കും മരുന്നും നമ്മളിപ്പം കൊണ്ടുവന്ന് കാർഡ് കൊണ്ട് കഴിഞ്ഞാൽ അവര് മൊത്തം അമ്മയ്ക്ക് ഹെൽത്തുകാരെ എടുത്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് സർക്കാർ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അതുകൊണ്ട് നാളെ അവിടെ അവിടെയായിട്ട് മുതലേക്കാം. ഇവിടെ നമ്മുടെ ഈ രാജ്യത്തുള്ള കൊണ്ടുപോയി അക്കന്റെ പരിഗണനയില് VIP പരിഗണന പഠിച്ചില്ലെന്ന് പറയണ നമുക്കെന്തൊക്കെ ചെയ്യാനൊക്കെ കണ്ടീഷനിങ് ആളാ എന്താ ഇതെല്ലാം തായിയാണ്. ഇതെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നവരാണ്. ഇത്ര വെള്ളം വാടക എടുത്തോളാം. അവരെന്നെ കുറെ പേരെല്ലാം കൂടെ ഒരു പ്രദേശം മൊത്തം തുച്ഛമായ പൈസയിൽ പഠിച്ചത്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടോ? അത് വന്നില്ല. ഇത് ഫോൺ കളഞ്ഞു. വേറെ ഫോണ് വെള്ളമടിച്ച് ഫോണും പോവാലോ. ഇവിടെ ഒന്ന് കാണാൻ വന്ന ഒപ്പം വെച്ചിട്ട് വരട്ടെ. ആരുമില്ലേ? വരാ പല ഇരിപ്പുണ്ടോ? ഇത് താണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പൊളിക്കാനുള്ള അതാണോ അല്ലേ? അതാണോ അല്ലേ? പൊതുവെ എല്ലാം താന്നിരിക്കാനാണ്. ജനങ്ങളൊക്കെ എത്തിയല്ലോ.
ഹോട്ടലിലേക്ക് ഇരിക്കും അല്ലേ? ഇത് ഞങ്ങളുടെ ബോട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലം. ഇതില് തുഴയുന്ന വള്ളങ്ങള്. ഇതാണ് പഴയ മൺട്രോ തുരുത്താണ്. ഇതിവിടെ തോടാണെന്ന് അല്ലെങ്കിൽ ഇവിടെ കരയാണെന്ന് കാണിക്കുന്ന മൺട്രോ തുരുത്ത്. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇവിടോട്ട് കറണ്ട് എടുത്തിരിക്കുകയാണ് ആ ബോട്ടിൽ. ഇവിടൊക്കെ നമ്മുടെ കുട്ടനാടത് അതെല്ലാം കുട്ടനാടത്തില്ല. അത് നമ്മളെ ചങ്ങനാശ്ശേരി റൂട്ട് കുളിക്കാനും കുട്ടനാടോ ബോട്ടുകളൊക്കെ അങ്ങോട്ട് പോകും. ബോട്ട് ഹൗസ് ഇറങ്ങണം ഇവിടെ കടച്ചിട്ടേക്കില്ല. നമുക്ക് ഇവിടുന്ന് കാണാമല്ല. ഹലോ ആ ഇല്ല ബോട്ട് അടിക്കും. ഞങ്ങള് സായിയുടെ സായിയുടെ അവിടെ അതെ ഓരോ ഇതുണ്ടെന്ന് തോന്നുന്നു, തട്ടുണ്ടെന്ന് തോന്നുന്നു. മറ്റേ കനോയിങ്ങും കയാക്കിങ്ങിന്റെ ബോട്ടുകള് അത് അടുക്കി വെച്ചേക്കാം. ഇല്ല പൈപ്പ് ഉണ്ട്, പൈപ്പ് ഉണ്ട് മധു. ഒരു പൈപ്പിൽ ഇട്ടേക്കാം. എടുത്തിട്ട് പോകാനുള്ള വെയിറ്റ് ചെയ്യാനുള്ളായിരിക്കും അല്ലേ? ഇത് മറ്റേതാണല്ലേ ഡ്രാഗണല്ല, കനോയിങ്ങും കയാക്കിങ്ങിന്റെ ബോട്ട്. 4 പേർക്ക് 2 പേർക്ക് 8 പേർക്ക്. വേമ്പനാട് കായൽ എത്തി. മക്കൾ സ്കൂളിൽ പോയി. ഞങ്ങളിത് ഓഫീസിൽ നിന്ന് 4 പേര്. ഇല്ല ഞങ്ങള് നമ്മുടെ ആ മുറിക്കകത്തിരിക്കുന്ന 4 പേര്. ഞങ്ങൾ മുറിക്കാതെ മാത്രമേ ഇരിക്കുള്ളൂ. സജിയുടെ വീട്ടിൽ പോണ്ട. ഏതായാലും നമുക്ക് കടം കഴിക്കാനൊന്നും ഇല്ലല്ലോ, കണ്ടുപോയോ? ഇപ്പൊ കൊള്ളാം ഹൗസ് ബോട്ട് അവിടെ ഇവിടെയൊക്കെ. എല്ലാം കൂടെ അടുക്കിയിട്ട് ഒരു രസമില്ല കാണാനായിട്ട്. ഇതിപ്പോ ഇല്ല ഓട പറഞ്ഞോ ഓടണം, അപ്പുറത്ത് പറഞ്ഞോ ഓടണം. അത് കൊള്ളാം. അല്ല ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ കൊള്ളാം. എല്ലാം കൂടെ അല്ലേ? രണ്ടാളെ താഴ്ച കാണുന്നു. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത്രയും പോലും കാണുന്നു. ആഴില്ല. ഈ എക്കൽ അടിച്ച് വന്ന് വീഴുന്നല്ല. അങ്ങോട്ട് ചെല്ലുന്നവരും പൊക്കമാണ്. പാടല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള താഴ്ച നമ്മുടെ വീടിന്റെ ഭാഗത്തിടല്ലേ, അവിടെയൊക്കെ താഴ്ച. നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നില്ലേ, ഇവിടെ നല്ല താഴ്ച. വന്നിട്ടാണ് താഴ്ച, ഇവിടെ അല്ലല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞ് കരയാവും. കുറേ കഴിഞ്ഞ് കരയാവും. അവിടെ കുറച്ച് ഇതായിട്ട് കിടപ്പുണ്ട്, അത് കാട് പിടിക്കരുത്, അത് കരയായി. ഇനി അത് മണ്ണടിഞ്ഞടിഞ്ഞടിഞ്ഞാണ് കരയായി. ഇപ്പം തന്നെ ഒരു ആ സ്കാനറിന്റെ ട്രക്കില്ലേ ഭീമാരിസോട്ട് ഇതാണ്, അത് അപ്പുറയാണ്. അത് നമ്മൾ അപ്പുറോട് കടന്നു വരുമ്പോഴല്ലേ ഏതോ പ്രോഗ്രാം, എന്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞല്ലോ. ഞാൻ ആ ഉള്ള റോഡ് കയറി മറ്റേ അതിനാണ് ആ ബീഡ് കോളയില്ലേ, അങ്ങനെ ഇറങ്ങി വന്നു. അവിടെ ഒരു കൊച്ചു
ഒരു ചെറിയ ഇടവഴിയായിരുന്നു. അന്ന് ആദ്യം ആൾക്കാർക്ക് എതിർപ്പായിരുന്നു അല്ലേ വണ്ടി വന്നത്. ഞാൻ കാണുന്നത് പണ്ടാണ്, ഒരുപാട് വർഷമായി. ഞാൻ കാണുന്ന അന്ന് ആ പണി തീർന്ന് റെഡിയായി വന്നേയുള്ളൂ. ആ റിസോർട്ട് ആ ഹൗസ് ബോട്ട് കെട്ടി കിടക്കുന്നുണ്ട് അങ്ങ് കരയ്ക്ക്. അത് ചേരാറുണ്ട്. ഈ ഹൗസ് ബോട്ടിന്റെ അപ്പുറം ഒരു ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട്. അത് ചേരാൻ റിസോർട്ടാണ്. അവിടുന്ന് ശകലേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. സാറ് പിടിക്കുന്നില്ല സാറേ? ബിജു തച്ചിനിരുന്ന് പിടിക്കുക, അവിടെ കൊണ്ട് കാണിക്കുക. ഞാൻ ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്ത് തരാം. ഇത് ക്യാമറ വലിയ പവറൊന്നും അല്ല. അത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടെ കാണിക്കുമ്പോഴേ പെങ്ങളുടെ എല്ലാ ടീമും കൂടെ ചാടി ഇറങ്ങും. എട്ടാളും പോയേക്കാം. ഇത് തന്നെ മതിയല്ലേ? ഇന്നലെ ഒരു ടൂറായിരുന്നു. ഇന്നലെ ഒരു ടൂറായിരുന്നു. കൊരട്ടി പോയി അടിച്ചു പൊളിച്ച് വൈകുന്നേരമായി. അളിയൻ വരുവാണെങ്കിൽ നമ്മള് ആളിയും മറത്തിരുന്നു. അളിയൻ പറഞ്ഞ സാധനം കരുതണം. എന്റെ അളിയനല്ലേ? പക്ഷെ പുള്ളിയൊന്നും വരത്തില്ല. നാളെ എന്റെ വൈഫിന്റെ ചേട്ടൻ വരുന്നുണ്ട്. പ്രിൻസ് ഹോട്ടലിൽ ഒരു പരിപാടി ഉണ്ട്. അത് 2 ദിവസത്തെ പരിപാടിയാ. അപ്പൊ അവര് ദുബായിന്നേ അവര് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഈ പിന്നെ ഹോട്ടലിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ 2 ദിവസം പരിപാടി ഫുള്ള് കമ്പനി തന്നെ ഫുള്ള് സ്പോൺസർ ചെയ്തേക്കാം. അപ്പൊ ഓരോ ടീമ് ഓരോ ഹോട്ടലുകാരും നാളെ പ്രിൻസ് ഹോട്ടലിൽ വരും. അപ്പൊ ഇവരിത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഫ്രീയാ. പിറ്റേ ദിവസം ഫുള്ള് ഹൗസ് ബോട്ട് വഴി വെച്ചിട്ടാ പരിപാടി. അത് പെയ്ഡ് ട്രിപ്പാണ് അവർക്ക്. ഈ കര ഇത് ചെറിയ ഗ്യാസുകളാണ്. അത് വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് മറിയണ കാണുമ്പോൾ തന്നെ അറിയാം. കുഴപ്പമില്ല, മതി മതി മതി. 2 മാസമുണ്ട്. അത് മോഹൻലാൽ അടിച്ചു ഇടിക്കാന്ന് പറഞ്ഞില്ല. എടുത്ത് വെള്ളത്തിലിടുന്നു. ഇത് ശരിക്കും ഇവിടെ സ്ഥലം ഇത് വേമ്പനാട്ട് കായല. അത് മനസ്സിലായി. ചെന്ന് കയറുന്ന നെടുപുഴയിലാണ്. ഇപ്പൊ ഈ ഡയറക്ഷൻ ഡയറക്ഷൻ ഇത് അന്ന് നമ്മള് പോയില്ലേ ആ സ്ഥലത്തോട്ടാ പോണം. തെക്കോട്ടല്ലേ പോണം? ഇതിപ്പം കിഴക്കോട്ട് പോകും. കിഴക്കോട്ടോ? നമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ശരിക്കും ഇപ്പൊ തെക്കോട്ടാണെന്ന് ഓർക്കുമല്ലേ? ഇപ്പോഴും അല്ലേ ഇത്? ഞാനും അത് തെക്കോട്ടാണ്. സൂര്യനെ കാണാനില്ലാത്ത കാരണം ഒന്നും വിടാൻ നോക്കാം. അത് തെക്ക്, ഇത് വടക്ക്. അപ്പൊ എറണാകുളം ഈ സൈഡില. അത് കിടക്കാനാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ ഇത് തെക്ക്, അത് തെക്ക്, ഇത് കിഴക്ക്, അത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഈ കടലും കായലും നമ്മളപ്പോ ഇവിടെ കാറ്റടിക്കുന്നില്ലേ? കാറ്റടിക്കുന്ന ഉച്ച കഴിഞ്ഞ തെരയില്ലല്ലോ. ഇവിടെ ഉച്ച കഴിഞ്ഞ തെരയുണ്ടാവും. കടലിലെ പോലെ അല്ല, ചെറിയ കടലിലെ തെരകളുണ്ടാവും. പോലെ ഒരിക്കലും കായലിലുണ്ടാകാൻ അത് കാല് ശാന്തായാലും കാറ്റടിച്ചു കഴിഞ്ഞാൽ തിര വരേണ്ടതാ. കാറ്റടിക്കുമ്പോ തിരയെന്ന് പറഞ്ഞ സാധനം കാറ്റടിച്ചിട്ടുണ്ടാണ്. കാറ്റടിക്കുന്ന ഇവിടെ കടലിലപ്പോ അത്ര ഈ മറിഞ്ഞു വരത്തില്ല. മറിഞ്ഞു വരുന്നതല്ലേ മോളെടുത്ത അതേ